അങ്ങനെ 5 മണി ആകുന്നു. നമ്മൾ നേരം വൈകുന്നേരത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട 5 വാർത്തകൾ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക നീക്കം SIT നടത്തിയ ദിവസമാണ്. ആ നീക്കം എന്താണെന്ന് ചോദിച്ചാൽ, നടൻ ജയറാമിന്റെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളതെന്നും നിരവധി തവണ വീട്ടിൽ വന്ന പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജയറാം മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. കേസിൽ ജയറാമിനെ കുരുക്കാകുമോ ഇത്, അതോ ജയറാമിനെ സാക്ഷിയാക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയറാമിൽ നിന്ന് മൊഴിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്ന വിഷയമാണ് ജയറാമുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാം, സ്വർണ്ണപ്പാളികൾ എങ്ങനെ എവിടെ കൊണ്ടുപോയി എന്ന തരത്തിലൊക്കെയുള്ള ആദ്യ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിൽ പ്രദർശിപ്പിക്കുകയും പൂജയ്ക്ക് വെക്കുകയും ചെയ്ത വിവരം പുറത്തു വന്നിരുന്നു. അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് അന്ന് പുറത്തു വന്നത്. സ്വർണ്ണ കവർച്ച സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിലെത്തിച്ച സംഭവം ഇത് വലിയ വിവാദമൊക്കെയായി ചർച്ചയൊക്കെ ആയപ്പോൾ ജയറാം തന്നെ സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ജയറാം വലിയൊരു വിശ്വാസിയാണ് എന്നതറിയാം. ശബരിമലയിൽ തന്നെ എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാ സീസണിലും വരുന്ന വ്യക്തിയാണ് ജയറാം എന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം ജയറാമിന്റെ വീട്ടിലെ പൂജ നടന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ അതിന് പിന്നാലെ തന്നെ ജയറാം മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആ പൂജ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി കാണാം. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലാണ് പൂജ നടന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ദ്വാരപാലക ശില്പപാളികൾ വെച്ചുകൊണ്ടുള്ള പൂജ അവിടെ നടക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ജയറാമിനെ കാണാം. അപ്പോൾ ഈ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ തന്നെ ജയറാം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട്. ജയറാം അന്ന് പറഞ്ഞത്, ഈ പോറ്റിയെ തനിക്ക് നല്ല പരിചയമുള്ള വ്യക്തിയാണ്, ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഈ പോറ്റിയുമായുള്ളത്, പക്ഷേ പോറ്റി തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നായിരുന്നു ജയറാം അന്ന് പറഞ്ഞത്. ഇത് ഏതെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമാണ് ഇതെന്നൊന്നും തനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ശബരിമലയിൽ ദൈവത്തിന് ചാർത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പാളികൾ വരുന്നു, അത് വീട്ടിൽ വെച്ച് പൂജിച്ചാൽ വലിയ ഐശ്വര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി കണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ തനിക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു എന്നത് മാത്രമാണ് താൻ ഇക്കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ജയറാം അന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയം വലിയ ചർച്ചയാകുമ്പോൾ അന്ന് ജയറാം പറഞ്ഞ ആ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന്, അപ്പൊ വലിയ സംഗതിയില്ല, അപ്പൊ അത്ര ഇറക്കാൻ പറ്റില്ല, ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കളെ പോലെ 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞു. നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക്. അപ്പോ അവരെല്ലാരും വന്നു, വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു 1/2 മണിക്കൂർ വെച്ചു. അപ്പോൾ അന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഈ ഭക്തിയുടെ ഭാഗമായിട്ടാണ് ഇത് വീട്ടിലെത്തിച്ചതെന്നും അതൊരു വലിയ ഭാഗ്യമായി കാണുന്നു എന്നൊക്കെ ജയറാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊക്കെ മനസ്സിലാകും. ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്ന അതേ ദിവസമാണ് ജയറാമിൻ്റെ വീട്ടിലും പൂജ നടന്നത് എന്നായിരുന്നു ജയറാം അന്ന് പ്രതികരിച്ചിരുന്നത്. എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്ന ജയറാം പങ്കെടുത്ത പൂജയിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണ കട്ടിളപ്പാളികളായിരുന്നു. ഇത് 2019
ജൂൺ മാസത്തിലാണ് ആ പൂജ അവിടെ നടക്കുന്നത്. എന്നാൽ ജയറാമിന്റെ വീട്ടിൽ നടന്നത് ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജയായിരുന്നു. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നടന്നത് ജയറാമിന്റെ വീട്ടിൽ ദ്വാരപാലക പാളികൾ വെച്ചുള്ള പൂജ നടന്നത് സെപ്റ്റംബർ മാസത്തിലുമായിരുന്നു. അപ്പോൾ 2 മാസങ്ങളിൽ 2 തവണയായി നടന്ന പൂജകൾ എന്തിന് ഒരേ ദിവസം നടന്നു എന്ന് ജയറാം പറഞ്ഞു എന്നതായിരുന്നു വാർത്ത. അത് ചില അവ്യക്തതകൾ അദ്ദേഹത്തിന്റെ മൊഴികളിലുണ്ട് എന്ന സംശയം ജനിപ്പിച്ചു. ഈ അവ്യക്തതകൾ തീർക്കാനാണ് SIT ഇപ്പോൾ എത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ജയറാം എന്തിനാണ് 2 ദിവസം നടന്ന പൂജ ഒരേ ദിവസം തന്നെയാണ് നടന്നതെന്ന് പറഞ്ഞത്? അത് എന്തെങ്കിലും കാര്യങ്ങൾ മറയ്ക്കാനുള്ളത് കൊണ്ടാണോ? അങ്ങനെയുള്ള വാർത്തകൾ വരികയും ആ മൊഴികളിലെ വൈരുദ്ധ്യം ചർച്ചയാവുകയും ചെയ്യുമ്പോൾ അതിൽ കൃത്യത വരുത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ജയറാമിൽ നിന്ന് മൊഴിയെടുത്തിരിക്കുന്നത്. ചെന്നൈയിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസമാണ് ജയറാമിന്റെ മൊഴിയെടുത്തത്. ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ SIT ജയറാമിനോട് ആരാഞ്ഞു കൃത്യത വരുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്നതാണ് ജയറാം പറഞ്ഞിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ 40 വർഷമായി ശബരിമലയിൽ എല്ലാ വർഷവും ദർശനത്തിനെത്തുന്നുണ്ട് താനെന്ന് ജയറാം പറയുന്നു. അവിടെ വെച്ചുള്ള പരിചയമാണ് പോറ്റിയുമായി തനിക്കുള്ളത്. നമുക്കറിയാം, തുടർച്ചയായി വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രവുമല്ല, ഇത്തരം വ്യക്തികളെ കണ്ടുപിടിച്ച് അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരുടെ ഭക്തി ചൂഷണം ചെയ്യുക എന്നതൊക്കെ തട്ടിപ്പുകാരുടെ പ്രധാനപ്പെട്ട തന്ത്രമാണ്. അപ്പോൾ അക്കാര്യങ്ങളിലൊന്നും ജയറാമിനെ നമുക്ക് സംശയത്തിന്റെ നിഴൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. തന്നോട് 1 രൂപ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ജയറാം പറയുന്നു. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്കായിരുന്നു ആ പരിചയം താൻ വെച്ച് പുലർത്തിയത്. മകരവിളക്ക് സമയത്താണ് പോറ്റിയെ പരിചയപ്പെട്ടത്. ശേഷം പോറ്റി പലവട്ടം ചെന്നൈയിലെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നത് ജയറാം പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് ഗോവർദ്ധനെ പരിചയപ്പെട്ടതെന്നും ജയറാം പറയുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണ്ണപ്പാളികൾ വെച്ച് നടത്തിയ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യം വീണ്ടും അന്വേഷണ സംഘത്തോട് ജയറാം സമ്മതിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സ്മാർട്ട് ക്രിയേഷൻസുമായോ പക്ഷേ ഈ സ്പോൺസർമാരുമായോ ഒന്നും തനിക്ക് പരിചയമില്ല എന്ന മൊഴിയാണ് ജയറാം നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് വരുന്നത്. ശബരിമല ശ്രീകോവിലിലേക്ക് പുതുതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ വീട്ടിൽ പൂജയ്ക്ക് വെച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പോറ്റി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂജ നടത്തിയത് എന്നുള്ള നേരത്തെയുള്ള മൊഴി ജയറാം ആവർത്തിച്ചിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു പുറമെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പൂജയിൽ പങ്കെടുത്തതായും നടൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ജയറാമിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നത് SIT ഇനിയും പരിശോധിക്കും. ഇതിൽ വ്യക്തത വരുത്തും എന്നതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുശേഷമാകും തുടർ നടപടികൾ SITയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക. എന്തായാലും നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും കണ്ടെത്താൻ ഏറെ കാര്യങ്ങളുണ്ട്. എത്ര സ്വർണം കളവ് പോയി എന്നതറിയില്ല. തട്ടിപ്പിന്റെ രീതി എന്താണ് എന്നതിനെക്കുറിച്ച് ഇതിനോടകം വ്യക്തത വന്നിട്ടില്ല. ഇതുപോലെയുള്ള ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പാണോ നടന്നിട്ടുള്ളത്, അതോ സാധനങ്ങൾ ഈ അയ്യപ്പന്റെ സാധനങ്ങൾ പൂർണ്ണമായും മാറ്റുകയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഈ തട്ടിപ്പിന്റെ രീതി എന്താണ് എന്നതിനെക്കുറിച്ച് പോലും ഒരു വ്യക്തത SITക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നു. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വിമർശനം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന്റെ വ്യക്തതയിലേക്ക് എത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജയറാമിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തിരിക്കുന്നത്. അത് കേസിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടി നയിക്കുന്ന ചില കാര്യങ്ങൾ തേടിക്കൊണ്ടാണ് ജയറാമിന്റെ അടുത്തേക്ക് SIT എത്തുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ ജയറാം നൽകിയിരിക്കുന്ന മൊഴിയെക്കുറിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്രയുമാണ്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന അവ്യക്തതകൾ ഇപ്പോഴത്തെ ഈ മൊഴിയെടുപ്പോടുകൂടി അകലുന്നോ അതോ ഏതെങ്കിലും തരത്തിൽ ജയറാമിന് കുരുക്ക് മുറുകുമോ അതൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ചില വ്യക്തതകൾ വരുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. ജയറാമിനെ സാക്ഷിയാക്കും ഈ കേസിൽ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം ജയറാമിന്റെ ഭക്തിയെക്കുറിച്ച്. കേസന്വേഷണത്തിലെ സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ടാണ് വീട്ടിലെത്തി മൊഴിയെടുത്തത് എന്നതിപ്പോൾ അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നുണ്ട്. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കി മുന്നോട്ടു പോകാനാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഇത് മൊഴിയിൽ മറ്റോ വ്യത്യാസങ്ങൾ ഉണ്ടോ, എന്താണ് SITക്ക് ബോധ്യപ്പെടുന്നത്, എന്താണ് അവരുടെ നീക്കം എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും കേസിലെ സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തിയും സ്വാധീനവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. തരൂരും കോൺഗ്രസും
വീണ്ടും അടുത്തിരിക്കുകയാണ്, വീണ്ടും ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് അവർ. ഹൈക്കമാൻഡുമായി പിണക്കം അവസാനിപ്പിച്ചതോടെ പാർട്ടി പരിപാടികളിൽ കൂടുതൽ സജീവമാകാൻ ശശി തരൂർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി KPCC ആസ്ഥാനത്ത് ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിൽ ഇന്ന് തരൂർ പങ്കെടുത്തു. തരൂരിനെ പുകഴ്ത്തിയാണ് സംസ്ഥാന നേതാക്കൾ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാഹുൽ ഗാന്ധി ആത്മാർത്ഥതയുള്ള നേതാവെന്നും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും തരൂരും ഇന്ന് പ്രതികരിച്ചു മാധ്യമങ്ങളോട്. അപ്പോൾ എന്താണ് തരൂരും പാർട്ടിയും തമ്മിൽ അകരാനുണ്ടായ സാഹചര്യം? ഇപ്പോൾ വീണ്ടും അടുത്തിരിക്കുന്നു. ഇനി ഇത് ശാശ്വതമാണോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ളത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖർഗെയുമായും നടത്തിയ ചർച്ചയിലുണ്ടായ മഞ്ഞുരുക്കത്തിന് പിന്നാലെയാണ് ഇന്ന് KPCC ആസ്ഥാനത്ത് ഗാന്ധി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുത്തത്. AK ആന്റണി, KC വേണുഗോപാൽ, VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. ആ നേതാക്കൾക്കൊപ്പമാണ് പിണക്കത്തിന് ശേഷം തരൂർ ആദ്യ വേദി പങ്കിടൽ നടത്തിയത്. ശശി തരൂർ MP കോൺഗ്രസിന്റെ അഭിമാനമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണത്തിന് മുഖമായി ഉണ്ടാകും എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. തരൂർ നേരത്തെ തന്നെ പാർട്ടിയിൽ സജീവമാണ്. പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സജീവമായി അദ്ദേഹം ഉണ്ടാകും. എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വെട്ടിക്കൊന്നു തീർക്കുക എന്നതല്ല തങ്ങളുടെ ശൈലി, മറിച്ച് ആ അഭിപ്രായങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് എന്ന് കൂടിയാണ് VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അല്ല, അദ്ദേഹം സജീവമാണല്ലോ. നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം സജീവമാണ്. മനസ്സിലേ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണയുമായിട്ട്. ബാക്കി ഞാൻ നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം തെറ്റായ വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, വെറുതെ LDF ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിച്ച വാർത്തകളാണ്. ആ വാർത്തയ്ക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം UDF-നെ 100 സീറ്റിലധികം വാങ്ങി തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുടെ അഭിമാനമായ ശശി തരൂരുണ്ടാവും. അപ്പോ ഇതാണ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. ഇന്നാണ് VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയത്. തരൂർ പാർട്ടി മാറുമെന്ന് ചാപ്പ കുത്തുന്നത് മാധ്യമങ്ങളാണ് എന്നതായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. തരൂർ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം മുൻനിരയിലുണ്ടാകും എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങൾ വടക്കേ മലബാറിലൊരു പാട്ടുണ്ട്, കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ, ഇന്നെന്നെ കൊല്ലിച്ചത് നീയെ ചാപ്പ. അപ്പൊ മനസ്സിലായോ? ചാപ്പയല്ല, നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോ അത് വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് തരൂരിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ലാന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. KC വേണുഗോപാൽ പറയുന്നു ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നതാണ് KC വേണുഗോപാൽ പറയുന്നത്. എന്തായാലും പാർട്ടിയുമായി ഒരു പ്രശ്നമില്ലെന്നും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയുണ്ട് എന്നും ശശി തരൂർ തന്നെ വ്യക്തമാക്കി. 2 മണിക്കൂർ പാർട്ടി അധ്യക്ഷനുമായും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു എന്നതാണ് തരൂർ വ്യക്തമാക്കിയത്. തരൂരിന്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്തായാലും ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ്. കോൺഗ്രസിന്റെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ പ്രശ്നം പരിഹരിച്ചതാണ് തരൂരുമായുള്ള. എന്നാൽ പിന്നീട് എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് പരിപാടിയിൽ തരൂരിന് കൈകൊടുക്കാതെയും തരൂരിന്റെ പേര് പറയാതെയും രാഹുൽ നീരസം പരസ്യമാക്കി തന്നെ പ്രകടിപ്പിച്ചു. ഇത് വലിയ വാർത്തയായി. തന്നെ അപമാനിച്ചു എന്ന തോന്നൽ തരൂരിന് ഇതുണ്ടാക്കി. ഇതാണ് വലിയ പ്രശ്നമായി മാറിയത്. രാഹുലിന് എഴുതി നൽകിയ പേരുകളിൽ തരൂരിന്റേത് അബദ്ധത്തിൽ വിട്ടുപോയി എന്നായിരുന്നു കോൺഗ്രസ് ഇതിന് വിശദീകരണമായി പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട്
തരൂർ അതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ നിന്ന് പിന്നീട് തരൂർ ഇതിന്റെ പേരിൽ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോ തരൂരിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തരൂർ പറഞ്ഞത് തനിക്ക് പ്രശ്നങ്ങളുണ്ട്, അത് പാർട്ടിയുമായി സംസാരിക്കും എന്നതായിരുന്നു. അതൃപ്തിയില്ല എന്നതല്ല തരൂർ അന്ന് പ്രതികരിച്ചിരുന്നത്. അതിനുശേഷം പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഇതിന് പിന്നാലെയാണ് തരൂർ CM-മായി അടുക്കുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചത്. കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന ശശി തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമം CPM തുടങ്ങി എന്നതായിരുന്നു വാർത്ത. ഇതിന്റെ ഭാഗമായി ദുബായിൽ നിർണായകമായ ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചനകൾ വന്നു. തരൂർ വളരെ പെട്ടെന്ന് ഇവിടുത്തെ പരിപാടികൾ വെട്ടിച്ചുരുക്കി ദുബായിലേക്ക് പോയി. അവിടെ ഒരു വ്യവസായിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു എന്നതാണ് വന്ന വിവരം. അത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള വ്യവസായിയാണ് ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് എന്ന വിവരമാണ് പുറത്തുവന്നത്. തരൂരിന്റെ CPM പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് മുന്നിൽ ചോദ്യമായി വന്നു. അദ്ദേഹം അത് നിഷേധിച്ചില്ല. പക്ഷേ ചർച്ചകൾ നടത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇടത് നിലപാടിനോട് യോജിപ്പുള്ള ആർക്കും വരാമെന്നായിരുന്നു LDF കൺവീനർ ഇതിനോട് പ്രതികരിച്ചത്. അപ്പോൾ തന്നെ ആ വാർത്ത നിഷേധിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ കൂടുതൽ സജീവമാവുകയും തരൂർ പാർട്ടി വിടുന്നു എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ സജീവമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ സജീവമായപ്പോൾ അതിലെ അപകടം കോൺഗ്രസ് മണത്തു. അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂർ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്നത് കോൺഗ്രസ് മനസ്സിലാക്കി. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്നീട് ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകിയത്. ചർച്ച വളരെ ക്രിയാത്മകവും അനുകൂലവുമായിരുന്നു എന്ന് തരൂർ അതിനുശേഷം പറഞ്ഞു. ഒരു വിഷയവും ഞങ്ങൾ തമ്മിലില്ല, പറയാനുള്ളതെല്ലാം മൂന്നാളും കൂടി രണ്ട് ഭാഗത്തു നിന്നായി പറഞ്ഞു കഴിഞ്ഞു എന്നതായിരുന്നു തരൂർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും തരൂർ അതിനുശേഷം പ്രതികരിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിനോട് പുതിയ പദവിക്കായി താൻ ശ്രമിക്കുന്നില്ല, ഇപ്പോൾ തന്നെ MP ആണ്, തന്റെ ഉത്തരവാദിത്തം അതാണ്, അവിടുത്തെ ജനങ്ങളോട് തനിക്ക് ബാധ്യതയുണ്ട് എന്ന മറുപടിയായിരുന്നു തരൂർ നൽകിയത്. അപ്പോ പാർലമെന്റിൽ തന്നെ പ്രവർത്തിക്കും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കായി എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് തരൂർ ഇന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തന്നെ പരിപാടിയിൽ KPCC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയാണ് തനിക്കുള്ളതെന്ന് പറഞ്ഞു. 2 മണിക്കൂർ പാർട്ടി അധ്യക്ഷനുമായും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. താനും പാർട്ടിയും ഒരേ ദിശയിലാണ്, തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും, UDF-ന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. വികസന കാര്യങ്ങളിൽ സത്യമാണ്, ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒപ്പം എന്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിന് കുറച്ചുകൂടി വിലയുണ്ടാവും. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലാത്തിനും എപ്പോഴും കുറ്റം പറയുന്ന ആളല്ലാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങൾ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ശക്തമായ ഒരു സ്വരമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ വർഗീയത, ക്രോധം, ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും കാണുന്നു. അപ്പോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് തരൂർ പറയുന്നത്. തരൂരും നേതൃത്വവുമായുള്ള ഇണക്കവും പിണക്കവും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒന്നും മാധ്യമ സൃഷ്ടിയല്ല. ഒരുപക്ഷെ ഇതൊക്കെ പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്ന ഘട്ടത്തിൽ തരൂർ നടത്തുന്ന സമ്മർദ്ദതന്ത്രമാകാം ഒരുപക്ഷെ.
എന്തായാലും പുതിയ കൂട്ടിന് എത്ര നാൾ ബാക്കി എന്ന ചോദ്യമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും കോൺഗ്രസും തരൂരും വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ആര് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി 2-3 മാസങ്ങളുണ്ട്. അതിനു മുൻപ് തന്നെ ഈ ചർച്ച വലിയ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. LDFും UDFും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി മതവാദം ഉപേക്ഷിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ക്ലീൻ ചിറ്റ് കൊടുത്തതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചില്ലെന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ കോൺഗ്രസിനും UDFിനുമെതിരെ വലിയ ആയുധമാക്കുകയാണ് CPM. മുൻകാലങ്ങളിലെ ഇടത് ജമാഅത്ത് ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം തന്നെയാകും CPM കത്തിച്ചു നിർത്തുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ് MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് MV ഗോവിന്ദൻ സമ്മതിക്കുന്നത്. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിനാലാണ് UDF വർഗീയവാദികൾക്കൊപ്പമാണെന്ന വിമർശനം ഉന്നയിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ സമ്മതിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDFനുമെതിരെ CPM നടത്തുകയാണ്. UDFും കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയതയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി അല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ ആശയ പ്രശ്നം. അവരെ എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ? എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുക 2 ആഴ്ച മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് ചെയ്യുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ആ CPM തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDFും കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPIMന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്, മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ ഏത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ സ്വീകരിക്കല്ലേ? ഇത് അവര് നൽകുക. ഇത്
പ്രസ്താവന നോക്കിക്കോന്നു. അതായത് ഞങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് അതേയല്ല നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ, ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം CPM വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ട് ആകാമെന്നാണോ പക്ഷേ? അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് പറയണമായിരുന്നു. അതെ, അത് UDF-ഉം പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കുമ്പോൾ അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാവാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല, ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവര് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടിക്കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവരവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ VD സതീശൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്കും വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തില് തെളിനീരാണ്. അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയോ അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. VD സതീശന് പറയാൻ പറ്റുമോ? ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ. എന്തിനാ അങ്ങനെ അവർ പറഞ്ഞു? അവർക്കാവാം നമുക്ക് ആവിക്കൂടാന്ന് പറയുന്നത് വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. പലർക്കായി വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂട്ടുകൂടുന്നു എന്ന പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ തോൽവിയല്ല, നേതാവ് മാറേണ്ട ആവശ്യമില്ല എന്നതാണ് CPM കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കും എന്ന സന്ദേശവും MV ഗോവിന്ദൻ നടത്തി. ആ കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അയവിറക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ബാലൻ പറഞ്ഞത് തെറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല ഇതിന് ഉത്തരം. ഈ ചരിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അന്ന് ഇത് നമ്മൾ ഈ മുറിവ് ഉണക്കിയത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ മാറാട് കലാപത്തിന്റെ മുറിവ് ഉണക്കുന്നതിൽ LDF-ഉം UDF-ഉം അന്ന് ഒരുമിച്ച് നിന്നിരുന്നു. അല്ല, UDF-നെ എതിർക്കുന്നതിന് മാറാട് കലാപം എല്ലാ കാലത്തിലേക്ക് ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം RS-ഉമായിട്ടും BJP-ആയിട്ടും സമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 41 ഡിവിഷനിലാണല്ലോ കോൺഗ്രസിന്റെ 1000 വോട്ട് കുറഞ്ഞു പോയത്.
അവിടെയാണല്ലോ BJP ജയിച്ചത് 41 ഇവിടെയാണല്ലോ ഇവിടെ ഏറ്റവും പ്രധാനം LDF-ന്റെ ഭരണക്കോട്ടത്തിനുള്ള വിലയിരുത്തലല്ലേ ഒരു വിലയിരുത്തലല്ല. ഇവിടെ കോൺഗ്രസും BJP-യും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എല്ലാം കൂടി ചേർന്നിട്ടാണ് CPM-നെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര വലിയ ആകെ 10 തികച്ചില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്താ ജമാഅത്ത് ഇസ്ലാമിന് ഇവരെ പറയും ഇത്ര വലിയ അതിന്റെ ആവശ്യം എന്താണ്? കാരണം CPM-നെയും LDF-നെയും തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു ആശയമുണ്ട് വർഗീയതയുടെ ആശയം. ഈ വർഗീയതയുടെ ആശയത്തിന്റെ പിന്നിലാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയത്തിന് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണ് ഇപ്പോഴും അവരെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് സത്യം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, പറയാൻ പാടുള്ളതല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുടെ ഭാഗമായിട്ട്. ആ ആശയം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ പിൻപറ്റിയാണ് ലീഗ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം PD സതീശനും കോൺഗ്രസും. അത് പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടാവേണ്ട കാര്യം. ഈ CPM ആചാര്യന്മാർ ഒരിക്കലും ഈ മത രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതമായിട്ട് ബന്ധപ്പെടുത്തരുതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ CPM-ന്റെ നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ എപ്പോഴും ഈ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മതകാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനം വിശ്വസിച്ചത് ജനങ്ങൾ നല്ലപോലെ വിശ്വാസം. ഞങ്ങൾ പഠിപ്പിച്ച് നോക്കിക്കോളും. അത് പഠിക്കണ്ട. നിങ്ങൾ പഠിപ്പിച്ച് തിരിച്ച ധാരണയുണ്ടല്ലോ, ആ ധാരണ ഞങ്ങൾ തിരുത്തിക്കോളും. CPM-ന് ഇല്ലാത്ത സംഘടനാ സംവിധാനം മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ്? അത് മാധ്യമങ്ങൾക്ക് സംഘടനാ സംവിധാനമല്ല, ആശയ സംവിധാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ആശയം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഈ ആശയത്തിന് കണ്ണി ചേർക്കാൻ സാധിച്ചാൽ ആ കണ്ണി ചേർക്കപ്പെട്ട ആശയം കേവലമായ ആശയമല്ല, അതൊരു ഭൗതിക ശക്തിയാണ്. ഒരു ഗണ്ണത്തിന്റെ കണക്കല്ല ഇത്. ഒരാശയം ഒരു ഭൗതിക ശക്തിയാണ്. അപ്പൊ നിങ്ങളെല്ലാം കൂടി CPM വിരുദ്ധത പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിന് കണ്ണി ചേർക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് ഒരു ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് മാർക്സം. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസന്ദർശനത്തിൽ മാറാൻ പോകുന്നില്ല. അതേപടി തന്നെ ആ ആശയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് ആശയത്തെ പ്രതിരോധിക്കുന്ന ആശയമുണ്ടല്ലോ. മറുമരുന്നുണ്ട്. അത് ഈ ആശയം തന്നെ എതിരായിട്ടുള്ള ആശയം. നിങ്ങൾ ഈ ആശയം തെറ്റാണ്. ഇത് വർഗീയവാദത്തിന്റെ നിലപാടുകളാണ്, വർഗീയ ആശയങ്ങളാണ്. ഈ ആശയത്തെ ഫലപ്രദമായി ഇസ്ലാമിയുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മറ്റൊരു പ്രചാരണം. അല്ല, തെറ്റായ ശരിയായ പ്രചാരമല്ലേ? എന്ത് തെറ്റായി പോയത് എങ്ങനെയാ? ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുക? അതായിരിക്കും മുഖ്യ മുദ്രാവാക്യം അല്ലേ? അതായിരിക്കുന്നില്ല, അതുകൂടി വരും. അതായിരിക്കും എന്നൊന്നും പറയണ്ട. പക്ഷേ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ അവര് എങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്? 2016 മുതൽ 21 വരെയുള്ള പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയിട്ടാണ്. 2021 മുതൽ 26 വരെ ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും. അല്ലാതെ വർഗീയത അല്ലല്ലോ അതിനകത്ത്. വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതാ പ്രശ്നം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ സംസാരിക്കുന്നുണ്ട്. വർഗീയത ഉയർത്തിക്കാട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന സന്ദേശം നൽകുന്നു. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് രാത്രി 9:30 കാണാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോർവിളി കടുത്തതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. അമേരിക്ക ആക്രമിച്ചാൽ മേഖലയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സംഘർഷം പശ്ചിമേഷ്യ ആകെ വ്യാപിക്കാൻ കാരണമായേക്കാം. ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം യൂറോപ്യൻ യൂണിയൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 4 ഭാഗത്തു നിന്നും ഇറാനെ വളയുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും? യുദ്ധത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? മധ്യേഷ്യയിലും ആഗോള സമ്പദ് മേഖലയിലും ആശങ്ക വിതച്ചാണ് ഇറാൻ US യുദ്ധഭീതി ഇങ്ങനെ കനക്കുന്നത്. ആണവ പദ്ധതി ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച ചർച്ചയ്ക്ക് സമയപരിധി കഴിഞ്ഞിട്ടും ഇറാൻ തയ്യാറാകാത്തത് US പ്രസിഡന്റ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും US അർമാഡയിൽ നിന്ന് ഇറാനെ ഉന്നമിട്ട് ആക്രമണമുണ്ടാകും എന്നതാണ് വരുന്ന
റിപ്പോർട്ടുകൾ, അത്തരം സൂചനകളാണ് ട്രംപ് നൽകുന്നത്. ഇറാനെ ഉന്നമിട്ട് അർമാഡ പുറപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്താണ് ഈ ഇറാനെ ഭീഷണിപ്പെടുത്താൻ ട്രംപ് ഉപയോഗിക്കുന്ന അർമാഡ? വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള വൻ പടയെയാണ് അർമാഡ എന്ന് വിളിക്കുന്നത്. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അനുബന്ധ വെസലുകളും വൻ ആയുധശേഖരങ്ങളും യുദ്ധവിമാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ അർമാഡ. നേരത്തെ തന്നെ അമേരിക്ക സൈനിക നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. ഏത് നിമിഷവും ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായെന്നാണ് ലഭിക്കുന്ന വിവരം. അതാണ് ട്രംപും നൽകുന്ന സന്ദേശം. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിനെ, അതായത് IRGCയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം യൂറോപ്യൻ യൂണിയനും തുടങ്ങിയിരിക്കുകയാണ്. ഇറാനിൽ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ആയിരക്കണക്കിന് പേരെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ ഇപ്പോഴത്തെ ഈ നീക്കം. നേരത്തെ അതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപ് ആക്രമണത്തിനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിരുന്നത്. പക്ഷേ പിന്നീട് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ US അല്ല, യൂറോപ്യൻ യൂണിയൻ അല്ല, ആര് വന്നാലും ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ലെന്ന സന്ദേശം ഇറാൻ ഒരു ഭാഗത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും യുദ്ധത്തിന്റെ മുനമ്പ് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴും ഇറാൻ തിരിച്ചടിക്കും എന്ന ശക്തമായ സന്ദേശം തന്നെ നൽകിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർമാഡ കാട്ടി വിരട്ടേണ്ടെന്നും ഏത് തരത്തിലുള്ള ആക്രമണമായാലും, അതായത് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ചെറുതായാലും വലുതായാലും, അതിനെ എന്ത് പേരിട്ട് വിളിച്ച് നിങ്ങൾ ആക്രമിച്ചാലും ഞങ്ങൾ അതിനെ യുദ്ധമായി തന്നെ കാണും, അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും എന്നതാണ് ഇറാൻ പ്രതികരിക്കുന്നത്. അതായത് ചെറിയ ഒരു പ്രതികരണം നിങ്ങൾ നടത്തിയാൽ പോലും കനത്ത തിരിച്ചടി നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയിരിക്കും എന്ന് ഇറാൻ പറയുകയാണ്. ഇറാന്റെ സൈന്യം സർവ്വസജ്ജമാണെന്നും ഈ കാഞ്ചി വലിക്കാൻ വിരലുകൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്നും പോലും ഇറാൻ നേതൃത്വം പ്രതികരിക്കുന്നുണ്ട്. അതായത് ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിലും നൽകുന്നത്. US-ൽ നിന്ന് ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരികളായ ഇസ്രയേലും കളത്തിലിറങ്ങാം. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ ആകെ ആശങ്കയിലേക്ക് കടക്കുന്ന, ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് ആ മേഖലയിലാകെ ഒരു യുദ്ധഭീഷണി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പശ്ചിമേഷ്യയിലാകെ യുദ്ധം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയാൽ ഉണ്ടാവുക. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യ ആകെ വ്യാപിപ്പിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നോക്കിയാൽ ഈ ഇറാൻ ഇസ്രയേലിനെ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇറാൻ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം അവരെ സഖ്യകക്ഷികളെയും അവരുടെ ബങ്കറുകൾ ഉള്ള ഇടങ്ങളെയും സൈന്യം ഉള്ള ഇടങ്ങളും ആക്രമിക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു മേഖലയാകെ യുദ്ധത്തിലേക്ക് പോകും എന്ന ആശങ്കയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തറിലെ US സൈനിക താവളം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. മധ്യേഷ്യയിൽ US താവളങ്ങൾ തെരഞ്ഞു പിടിച്ചുള്ള ആക്രമണമായിരിക്കും ഇനി ആക്രമണം ഉണ്ടായാലും ഇറാൻ നടത്തുക. മധ്യേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്നു എന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ആഗോള വിപണിയിൽ പ്രതിഫലിച്ചത് നമ്മൾ കണ്ടതാണ്. ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിച്ചുകയറ്റം അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പശ്ചിമേഷ്യയിൽ പലയിടത്തായി അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്. അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണം ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിലേക്കായിരിക്കില്ല കാര്യങ്ങൾ നീങ്ങുക, മറിച്ച് ഒരു മേഖലയെ ആകെ ബാധിക്കുന്ന യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. നിലവിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രതിരോധിക്കാനായി ഇറാഖിൽ അമേരിക്കയുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ അമേരിക്കയ്ക്ക് ക്യാമ്പ് ഉണ്ട്. ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് തുടങ്ങി സൈനിക താവളങ്ങളാണ് അവിടെയുള്ളത്. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനയും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലും അമേരിക്കയുടെ സൈനികരുണ്ട്. UAE-യിലെ അൽ ബദ്ര എയർബേസിലും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കയുടെ ഈ താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തുക. തങ്ങളുടെ മധ്യദൂര മിസൈലുകളുടെ ദൂരപരിധി വെച്ച് ഈ താവളങ്ങൾ ആക്രമിക്കാൻ സാധിക്കും എന്നതാണ് ഇറാന്റെ വലിയ ആത്മവിശ്വാസം. അതാണ് ഈ രീതിയിൽ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കും എന്ന് പറയാൻ ഇറാനെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം.
കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അൽ ഉദൈദ് സൈനിക താവളത്തിലേക്ക് ഇറാൻ പ്രത്യാക്രമണം നടത്തി. എന്താണ് തങ്ങളുടെ ശക്തി എന്നത് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തതാണ്. ഇറാനെ വളഞ്ഞിട്ടാക്രമിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെങ്കിലും ഇറാന്റെ കരുത്തിനെ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ വില കുറച്ച് കാണുന്നില്ല. അതിനാൽ തന്നെ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങൾ അമേരിക്കമേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും ഒരു സംഘർഷം ഒഴിവാകുക എന്നതാണ് വേണ്ടത്. അതിന് സാധിക്കുമോ എന്ന സാഹചര്യങ്ങളിലേക്കും സാധ്യതകളിലേക്കുമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ എന്താണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നതെന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യതയില്ല. ആശയക്കുഴപ്പങ്ങളാണ്, പല വിധത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ആണവ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് തയ്യാറാകാത്തതാണോ ആക്രമണത്തിന് കാരണമായി US കാണുന്നതെന്ന് ചിലർ ചോദിക്കുന്നു. അത്തരം സൂചനകൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നുണ്ട്. നേരത്തെ അവിടെ നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു അമേരിക്ക നിലപാട് കടുപ്പിച്ചിരുന്നത്. അവർക്ക് വേണ്ടി അവർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇടപെടും എന്നതായിരുന്നു അമേരിക്കയുടെ ഭീഷണി. പക്ഷേ ഇപ്പോൾ ഈ ആണവ പ്രതിരോധ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ഇനി അത് തന്നെയാണോ എന്നതിലും വ്യക്തതയില്ല. ഖമനേയിയെ താഴെ ഇറക്കുക എന്നതാണോ ട്രംപ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്? അറിയില്ല. ട്രംപിന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. അത് വലിയ രഹസ്യമായി തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു എന്നത് മാത്രമാണ് മറ്റുള്ളവർക്ക് അറിയാവുന്നത്, മനസ്സിലാകുന്നത്. ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന സാഹചര്യം. സൈനിക കാര്യത്തിൽ അമേരിക്കയെ വെല്ലാൻ ഇറാൻ ആകില്ലെങ്കിലും പശ്ചിമേഷ്യയെ തകർക്കാൻ ശേഷിയുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാന്റെ പക്കലുള്ളത്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളും ഒക്കെ ഇറാനുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ 12 ദിവസം മാത്രം ഉള്ള യുദ്ധത്തിൽ അത് കണ്ടതാണ്. അതിനാൽ തന്നെ ആ മേഖലയെ ആകെ കലുഷിതമാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ, അതിന് മറ്റു രാഷ്ട്രങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയട്ടെ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവായി പോകട്ടെ എന്നതാണ് നമ്മൾ കരുതുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ ദിവസമൊക്കെ ഈ യുദ്ധത്തിന്റെ ആശങ്കയിലാണ് സ്വർണ്ണവില ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 40,000-ലധികം രൂപയുടെ വർധനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് 30,000-ലധികം രൂപയുടെ വർധന ഒരു പവൻ സ്വർണത്തിന് മേൽ വരുന്നതാണ്. ട്രംപ് ഇങ്ങനെ യുദ്ധത്തിനായി കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നത്. മറ്റ് ആഗോള സാഹചര്യങ്ങളിലൊക്കെയും എല്ലാവർക്കും എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് മാത്രമേ ഈ യുദ്ധ സാഹചര്യം ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യം ഒരുങ്ങുമ്പോഴാണ് ഇത് എങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ നമ്മൾക്ക് എല്ലാം വലിയ രീതിയിൽ അത് തിരിച്ചടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം ഒഴിവാക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായയിൽ ഭാരതപ്പുഴയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ആ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി കേരളം മാറുമെന്നും ആധ്യാത്മിക ശക്തിയാണ് അതിന്റെ പ്രധാന കാരണമെന്നുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം പറഞ്ഞത്. മഹാമാഘം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭക്തജന പങ്കാളിത്തം വർദ്ധിക്കും എന്നതാണ് സംഘാടകരും കണക്കുകൂട്ടുന്നത്. ജനുവരി 18-നാണ് മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ നിലാതീരത്ത് തുടക്കമായത്. ധർമ്മധ്വജാരോഹണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നിർവഹിച്ചത്. അതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. കേരള കുംഭമേള എന്നാണ് മാഘ മഹോത്സവം അറിയപ്പെടുന്നത്. പ്രതിദിനം 3.5 ലക്ഷത്തിലധികം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് സംഘാടകരുടെ അവകാശവാദം. ഫെബ്രുവരി 3-ന് ചടങ്ങുകൾ അവസാനിക്കാനിരിക്കെ കാശി, വാരണാസി എന്നിവിടങ്ങളിലെ ആശ്രമങ്ങളിൽ നിന്നുള്ള നാഗസന്യാസിമാരും കുംഭമേളയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘാടകർ. ഫെബ്രുവരി 2-ഓടെ നാഗസന്യാസിമാർ തിരുനാവായയിൽ എത്തുമെന്നിവർ പറയുന്നു. ഇവരുടെ സാന്നിധ്യം കൂടുതൽ ഭക്തരെ കുംഭമേളയിലേക്ക് എത്തിക്കും എന്നതാണ് സംഘാടകർ കരുതുന്നത്. നിരവധി പ്രമുഖരാണ് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തവനൂരിൽ മഹാമാഘ വേദിയിൽ ഈ പൂജാ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു. സൂര്യകാലടി സൂര്യൻ ജെയിൻ സൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യമൃത പ്രാണ, സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവർ ഇതിന് നേതൃത്വം നൽകി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
हरिः ॐ ईदग्गुं हविः प्रजानानां मे अस्तु दशवीरग्गुं सर्वगणगुं स्वस्ताय आत्मा सानि पराजा सानि पाशु सानि लोके प्रजां बाहुलां मे करोत्पन्नं पयोरेदो असमान सुधत्ता आरार्ते पार्थिवग्गुं राजाः हरिः ॐ ईदग्गुं हविः प्रजानानां मे अस्तु दशवीरग्गुं सर्वगणगुं स्वस्ताय आत्मा सानि पराजा सानि पाशु सानि लोके प्रजां बाहुलां मे करोत्पन्नं पयो ദക്ഷിണ ഭാരതത്തിന്റെ തലസ്ഥാനമായി ഈ കുംഭമേളയോടെയൊക്കെ കേരളം മാറും എന്ന പ്രതീക്ഷയാണ് സുരേഷ് ഗോപി അതിനുശേഷം പങ്കുവച്ചത്. നമ്മളിപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. MSFന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റാപ്പ് സോങ്ങിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും 2 ദിവസം മുൻപ് ഡോക്ടർ MK മുനീറാണ് ഈ സോങ് റിലീസ് ചെയ്തത്. സംഭവം വിവാദമായതോടെ ഇമ്രാൻഖാന്റെ ചിത്രം പിൻവലിച്ചു. MSF ഔദ്യോഗികമായി ഇറക്കിയ പാട്ടുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യം ആണ് നടന്നതെന്നാണ് MSF നേതൃത്വത്തിന്റെ വിശദീകരണം. CB അനുമോദ് അനുമോദൻ ഉണ്ട് വിവരങ്ങളുമായി. അനുമോദ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.